സാറിൻ്റെ കുട്ടികൾ ഇങ്ങനെ ഇങ്ങനെ വായിക്കുന്നത് അതെന്താ മാജിക്കാണോ സാറേ? ഞാൻ പറഞ്ഞു യാതൊരു മാജിക്കും ഇതിലില്ല. ആത്മാർത്ഥമായിട്ട് പഠിപ്പിക്കുക. ഒരു ഗുരു എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ കർമ്മം, ഗുരുവിൻ്റെ കർമ്മം എങ്ങനെ ചെയ്യണം, എങ്ങനെ കുട്ടിയെ പഠിപ്പിക്കണം, അങ്ങനത്തെ ഒരു കാര്യം എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഗുരു അവസാന കാലം വരെ 12-14 വർഷമായിട്ട് അദ്ദേഹം പോയിട്ട് അവസാന കാലം വരെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പോകും. പഠിക്കാനല്ല, കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് വായനയൊക്കെ അദ്ദേഹം നിർത്തി വളരെ വയസ്സായിട്ട്. പക്ഷെ അപ്പോഴും അദ്ദേഹം ഉപദേശിക്കുന്ന ഇതാണ്, എന്നെ പഠിപ്പിക്കുണ്ടായി ആത്മാർത്ഥമായി പഠിപ്പിക്കണം എന്ന് സാറ് പറയാം. അത് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ആചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ശിക്ഷയിൽ ഇങ്ങനെ വായിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലൊരു ആദരവ് അവിടെ വളരെ അപൂർവമായിട്ട് ലഭിക്കാറുള്ളൂ എന്നുള്ളൊരു സത്യം നിലനിൽക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഷാർജയിലല്ല, ആദ്യമായിട്ട് ഞാൻ ദുബായിലാണ് ഞാനൊരു എന്നെ കൊണ്ടുവന്നത്. സജിത്തിനെന്ന് പലർക്കും അറിയാമായിരിക്കും. സജിത്താണ് എന്നെ ആദ്യമായിട്ട്, സജിത്ത് എൻ്റെ ശിഷ്യനാണ്. പക്ഷെ പുള്ളിക്ക് വയലിൽ വളരാൻ സാധിച്ചില്ല, കാരണം കുറച്ച് പഠിച്ചിരുന്നവരെ പുള്ളിക്ക് പോകുന്നു. പിന്നെ എൻ്റെ പഠിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ആ ബഹുമാനം ഇന്നലെ വിളിച്ചിട്ടുണ്ട് എന്നെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞിട്ട്, ചിലപ്പോൾ ഇന്ന് നാളെ വന്നേക്കും. പുള്ളിയാണ് ആദ്യം എന്നെ ദുബായിലേക്ക് കൊണ്ടുവരുന്നത്. അത് അന്ന് അവിടെ സംഗീതോത്സവം നടക്കണം. സംഗീതോത്സവമല്ല, അതെ, അതിന് വായിക്കാനായിട്ട് ഞാൻ ആദ്യം ഇവിടെ വന്നു. അതിനുശേഷം അവിടെ നിന്നാണ് ഞാൻ ഷാർജയിലേക്ക് വന്നത്. അതിൻ്റെ അടുത്ത വർഷം മുതൽ ഷാർജയിൽ നവരാത്രി 10 ദിവസം ഞാനിവിടെ വായിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ 2-3 വർഷം വിളിച്ച് ബാക്കി അത്രയും വർഷം ഞാൻ ഇവിടെ കാര്യമായിരുന്നു. കഴിഞ്ഞ വർഷം മുതൽ നിർഭാഗ്യം ഇങ്ങനെ പറയാൻ വളരെ ഖേദമുണ്ട്, സങ്കടമുണ്ട്. അതെന്നോട് ആദ്യമായിട്ട് എന്നെ ഇതിൻ്റെ ഒരു പ്രധാന ഭാഗം ഒരു ഭാരവാഹിയായിട്ട് ഇപ്പോഴും വെച്ചിട്ടുണ്ട്. പിന്നെ സംഗീത ജൂറിയിൽ ഇതൊക്കെ എന്തെന്ന് വെച്ചാൽ ഈ ഇവരുടെ ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അനൗൺസ്മെൻറ്റ്, അതിൻ്റെ പിന്നെ ആളിനെ സെലക്ട് ചെയ്താൽ ആ ആളിൻ്റെ പേര് അനൗദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്യുന്നത് അതിന് പ്രസ്തുതത്തിൽ പോയിട്ട് ആ അനൗൺസ് ചെയ്തത് കഴിഞ്ഞ വർഷം വരെ ഞാനായിരുന്നു. അപ്പോൾ അതിന് ഭാരവാഹിത്വം ഇല്ലെങ്കിൽ അത് പറ്റില്ലല്ലോ. അത് ഇപ്പോഴും അങ്ങനെ തന്നെ പോകുന്നത്. അപ്പോൾ അതിൽ എനിക്ക് ഇങ്ങനെ ഒരു അവിചാരിതമായിട്ട് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഗുരുവന്ദനം ലഭിച്ചതിൽ എനിക്ക് വളരെ വളരെ വളരെയധികം സന്തോഷവും നന്ദി പറയാൻ തുടങ്ങിയെങ്കിൽ പോലും ചെയ്തതിൻ്റെ എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഞങ്ങൾ മറ്റന്നാൾ നാട്ടിലേക്ക് മടങ്ങിപ്പോകും. കുട്ടികളെല്ലാവരും പാട്ട് പഠിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞതിൽ എനിക്ക് അതിനേക്കാളും സന്തോഷം. കാരണം ഈ നാട്ടിൽ സംഗീതം വളർന്നു വരുന്നു എന്നുള്ളതിന് തെളിവാണ് ഇത്രയും കുട്ടികൾ. ഈ ഭാഗത്തുള്ള കുട്ടികൾ തന്നെ ആയിരിക്കും ഇവിടുന്ന് തോന്നുന്നു, വളരെ ദൂരെ നിന്ന് വരുന്നവരായിരിക്കില്ലല്ലോ. ഇത്രയും ഈ അടുത്ത ദേശത്തിൽ നിന്നുള്ള കുട്ടികളെല്ലാം ഇത്ര ഓരോ സംഗീതം അഭ്യസിക്കുന്നു എന്ന് പറയുന്നത് തന്നെ സംഗീതത്തിന് ഇഷ്ടപ്പെടുന്ന, സംഗീതത്തിൽ ജീവിക്കുന്ന ഞാൻ വളരെ സന്തോഷമായിട്ട് അതിങ്ങനെ സ്വീകരിക്കുകയാണ് ആ വാർത്ത. അപ്പോൾ അത് നന്നായിട്ട് നിങ്ങൾ സാധനം ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നല്ല ഗുരുക്കന്മാർ നമ്മൾ കിട്ടിയിട്ടുണ്ട്. ആ ഗുരുക്കന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് ഇതിൽ സംഗീതത്തിൽ അല്ലെങ്കിൽ വയലിൻ വായിക്കുന്നവരുണ്ടാവും, സംഗീതം പാടുന്നവരുണ്ടാവും. അവരോട് ഒരു ഉപദേശമേ എനിക്ക് ചെയ്യാനുള്ളൂ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും. പ്രധാനമായിട്ട് ഇതിൻ്റെ പരമപ്രധാനമായ കാര്യം സംഗീതത്തിൻ്റെ വളർച്ചയ്ക്ക് സാധനമാണ്. വളരെ സാധനം ചെയ്യുന്നു. അതിന്
രക്ഷകർത്താക്കളോട് എനിക്ക് ഒരു നിർദ്ദേശം വയ്ക്കാനുണ്ട്. കുട്ടികളെ പ്രാക്ടീസ് ചെയ്യാനിരിക്കുമ്പോഴത്തേക്ക് അവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത് പാരൻസാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോഴത് പലയിടത്തും കണ്ടുവരുന്നൊരു കാര്യമുണ്ട്. കുട്ടി പാടാൻ അല്ലെങ്കിൽ ഇരിക്കാൻ ഒരു ശൂദ്രബോധമൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ എണീറ്റ് പോ, ഇന്ന് നാളെ പരീക്ഷയായ ഇന്ന് പാടണ്ട വയ്ക്കോ എന്ന് പറയുന്ന ഒരു പ്രവണത ഇന്ന് ധാരാളം സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. പഠിപ്പിക്കാൻ ഒരു അവസരം, പഠിക്കാനൊരവസരം രക്ഷകർത്താക്കളായിട്ട് കൊടുക്കാൻ സമയമില്ല. കാരണം അവർക്ക് സ്കൂളിൽ പഠിക്കാനുണ്ട്, പലതും പഠിക്കാനുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ എങ്കിലും പഠിക്കാനൊരു സമയം ഈ ഇന്ത്യയിലെ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലെ സൂപ്പർ കലാകാരന്മാർ, വയലിനാണെങ്കിലും പാട്ടാണെങ്കിലും എന്താണെങ്കിലും എല്ലാവരും വളരെ അധികം വിദ്യാഭ്യാസമുള്ളവരാണ്. ഡിഗ്രിയും അല്ലെങ്കിൽ പിന്നെ പല 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 തുറകളിൽ വളരെ അധികം വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്. അവർക്ക് ഈ സംഗീതം ഇങ്ങനെ പാടാനായിട്ട് കഴിയുന്നു. അതിൻ്റെ കാരണം സാധാരണ രീതിയിലേക്ക് പാട്ടുണ്ടാവില്ല. അവർ സ്കൂളിലും കോളേജിലും പഠിക്കുന്നതിനൊപ്പം തന്നെ ഒന്നാന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ ഇങ്ങനെ നമുക്ക് പാടാൻ വായിക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അവർക്ക് ഉണ്ടെങ്കിൽ സമയം നമുക്കും 24 മണിക്കൂറേ ഉണ്ട്, അവർക്ക് 24 മണിക്കൂറുണ്ട്. അതിൽ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് സമയം അവർ കണ്ടെത്തിയതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇതിന് സമയം കണ്ടെത്തുക. കുറച്ച് നേരത്തെ ഇപ്പോൾ 6 മണിക്ക് 7 മണിക്ക് എണീക്കുന്ന കുട്ടി അതിനേക്കാൾ ഒരു മണിക്കൂർ മുമ്പ് എണീക്കുക. അതിൽ കൂടുതൽ വേറൊന്നും ചെയ്യാനില്ല. അന്നേരം സാധനം ചെയ്യുക. സാധനം ചെയ്യാൻ ഏറ്റവും നല്ല സമയം രാവിലെ. കാരണം മറ്റ് ലോകത്തിലെ ഒരു ശബ്ദവും അന്നേരം കേൾക്കില്ല. വളരെ നിശബ്ദമായ അന്തരീക്ഷത്തിൽ ചുരുതിയിട്ട് നമ്മൾ പാടുമ്പോൾ അതിൻ്റേതായ ഒരു സുഖം, അറിവ് നമുക്കുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് രാവിലെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അത് എല്ലാവരും ഒരു നിഷ്ഠയായിട്ട് തീർക്കുക. അതിന് വേണ്ടുന്ന എല്ലാം ചെയ്തുകൊള്ളുക. അതിന് വലിയൊരു ഭാവി, എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒന്ന് നമ്മൾ അന്ന് ഏകത നവരാത്രി മണ്ഡപത്തിൽ പരിചയപ്പെടുത്തുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, നമ്മുടെ ഗാനഗന്ധർവനോടൊപ്പം യേശുദാസിനോടൊപ്പം 10 വർഷക്കാലം വയലിൽ നമ്മൾ പറയുമായിരുന്നത്. പ്രത്യേകമായിട്ട് നമ്മൾ അനൗൺസ്മെന്റ് ചെയ്യുന്നൊരു 10 വർഷക്കാലം യേശുദാസിനൊപ്പം വയലിൻ വാദനം നടത്തിയിരുന്നത് ശിവാനന്ദൻ. പിന്നെ മറ്റൊന്ന് ഞാൻ കണ്ടൊരു കാര്യം, അന്ന് ഞാനായിരുന്നു കൂടെ ഉണ്ടാവുക, കൂടെ 10 ദിവസം ഉണ്ടാകുന്ന ഞാൻ തന്നെയായിരിക്കും. അപ്പോൾ അന്ന് ഞാൻ കാണുന്നത് ഇത്രയും പ്രഗത്ഭരായിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ശിഷ്യസമ്പത്തുള്ള ഇദ്ദേഹം രാവിലെ എഴുന്നേറ്റിട്ട് സാധകം ചെയ്യുന്ന ഞാൻ നേരിട്ട് കാണുന്നിരുന്നു. എല്ലാ ദിവസവും കച്ചേരിക്ക് മുമ്പേ രാവിലെ പ്രാക്ടീസ് ചെയ്യുന്ന ശിവാനന്ദ സാറിനെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ വാക്കിന് വളരെ എല്ലാവർക്കും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. 100% കൊണ്ട് അദ്ദേഹം പറയുന്നത് നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അന്ന് ഒരു നമ്മള് എക്സ്പോയിൽ വെച്ച് നവരാത്രി നടന്ന സമയത്ത് ഇതുപോലെ ആദരവ് നടത്തിയത് 2 പേരുണ്ടായിരുന്നു. അന്ന് നഗുമോ ആയിരുന്നു അന്ന് പ്രധാനമായിട്ട് നമ്മൾ എടുത്തത്, ഫ്യൂഷൻ പോലെ ചെയ്തത്. അപ്പൊ അതിന് സാറ് രാവിലെ തൊട്ട് നന്നായിട്ട് അതിന്റെ പ്രാക്ടീസിലായിരുന്നു. നഗുമോ എന്ന് സാറിനെ സംബന്ധിച്ചിട്ട് പുതിയ അറിവല്ല എങ്കിലും അദ്ദേഹം അന്ന് ആ പരിപാടിക്ക് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് കുറേ മണിക്കൂറിരുന്ന് രാവിലെ എൻ്റെ പ്രാക്ടീസിലായിരുന്നു. ഒരു അനുഭവം എനിക്കുണ്ടായത് തൃപ്പൂണിത്തുറയിലുള്ള സ്ഥലത്ത് സംഗീത സഭയുണ്ട്. ഇപ്പോഴും നന്നായിട്ട് നടന്നു വരുന്ന ഒരു സംഗീത സഭയാണ് പൂർണ്ണത്രയീശ സംഗീത സഭ. അവിടെ MS ഗോപാലകൃഷ്ണന്റെ വയലിൻ സോളോ, നർമ്മദ കൂടെ വായിക്കാം. ചൂടുവെള്ളം വേണം.
MS ഗോപാലകൃഷ്ണന്റെ വയലിൽ ലീവിട്ട് വെച്ചിരിക്കുകയാണ്. മകള് നർമ്മദ കൂടെ വായിക്കുന്നുണ്ട്. 6 മണിക്ക് കൃത്യം 6 മണിക്ക് തുടങ്ങണം. സഭയിലാണെങ്കിൽ നല്ല തിരക്ക്, ആൾ നിറഞ്ഞു കഴിഞ്ഞു. അപ്പോ ഞാൻ അതിലൊരു മെമ്പറാണ്. അപ്പൊ ഞാനിവിടെ ഉള്ളപ്പോൾ MS ഗോപാലകൃഷ്ണന് അടുത്ത ഒരു കിലോമീറ്റർ ദൂരെയുള്ള ഒരു ലോഡ്ജിലാണ് താമസിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരണം. 6 മണിക്ക് പ്രോഗ്രാം. ഒരു 5:30, 5:45 കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കാറിൽ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അവിടെ ചെന്നപ്പോൾ അവർ രണ്ടും കൂടെ പ്രാക്ടീസാണ്. എപ്പോഴാണ് 5:30, 5:45 ആകുന്നു. 6 മണിക്ക് വായിക്കേണ്ടത്. അപ്പോൾ പിന്നെ കച്ചേരിക്ക് പിന്നെ ഒരു 10 മിനിറ്റ് ഉണ്ട്. സാർ ഓർക്ക് കച്ചേരി സാർ ടൈമായെടുത്ത് സാർ അത് തന്നെ ഇനി 10 നിമിഷം എടുക്കില്ലേ? ഞങ്ങൾക്ക് 10 മിനിറ്റ് മാറ്റിട്ട് വരുന്നത്. അതാണ് സാധകം. ആ മനുഷ്യൻ്റെ ആ പ്രാക്ടീസ് MS ഗോപാലകൃഷ്ണൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും പലരും. ലോകത്തിൽ ഇങ്ങനെ വായിക്കുന്ന ഒരാളും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വയലിനി ഒന്നുമില്ല ചെയ്യാൻ. അതെന്താ അതിൻ്റെ അടിസ്ഥാനം എന്താ എന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ ഈ മനസ്സിൽ പ്രാക്ടീസ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാർ നീക്ക് എവിടെ ടൈം പ്രാക്ടീസ് ഉണ്ടോ ഡെയിലി എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു തിരുമേനൂർ ഞാൻ 4 മണി 2 മണി 3 മണി നേരമെല്ലാം പ്രാക്ടീസ് കൊടുത്തു. அப்படி பிராக்டிஸ் பண்ணும்போது எப்படி சார் வாசிக்க முடியும் உங்களால? என்னோட யோசிச்சா எப்படி சார் உங்களால வாசிக்க முடியும் இப்படி 2 மணி 3 மணி நேரம் பிராக்டிஸ் பண்ண? ഞാൻ 16 മണിക്കൂർ ഒരു ഡേ പറഞ്ഞ വാചകമാണ് 16 മണിക്കൂർ. അപ്പൊ അദ്ദേഹത്തിന് വേറെ ഒന്നുമില്ല, കുറച്ചു നേരവും ഉറങ്ങും, ബാക്കി വല്ലതും കഴിക്കും, വായിക്കും. അതാണ് പിന്നെ വായിക്കാൻ സാധിക്കുന്നതിൻ്റെ അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നമ്മൾ അങ്ങനെ വിചാരിച്ചാൽ നമ്മുടെ ഒക്കെ ഓരോ വലിയ MS ഗോപാലകൃഷ്ണനോ ലാൽഗുഡിയോ VV സുബ്രഹ്മണ്യോ ഒക്കെ ആകും. പക്ഷെ നമ്മളത് ചെയ്യാറില്ല. ഞാൻ 3-4 മണിക്കൂർ എന്ന് പറഞ്ഞത് അതിശയോക്തിയാണ്. മണിക്കൂറുകളിൽ ഞാൻ വായിക്കുന്നില്ല, അത് സത്യം. അങ്ങനെ പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ എന്തൊക്കെയാവുമായിരുന്നു. പക്ഷെ എങ്കിലും ഇപ്പോഴും ഞാൻ പരിപൂർണ സംതൃപ്തിയാണ് എനിക്കുള്ളത്. കാരണം എൻ്റെ സമ്പത്ത് മുഴുവനും എൻ്റെ ശിഷ്യരാണ്. അത് പറയാൻ അണ്ടർലൈൻ ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. എൻ്റെ സമ്പത്ത് 60-ാം പിറന്നാളായ പിള്ളേരും എന്ന് പറയും, സാർ ഞങ്ങൾക്ക് സാറിൻ്റെ സാറിനെ ഒന്ന് ആദരിക്കുന്നുള്ള ആഗ്രഹമുണ്ട്. നിങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചൊരു കാര്യം നടക്കുമോ? അപ്പോൾ പറഞ്ഞു അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം, സാറ് ഒന്ന് ഇരുന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോഴും എതിർത്തു. കുട്ടികളെ ഇങ്ങനെ സാമ്പത്തിക കാശ് മേടിക്കണമല്ലോ ചെയ്യാൻ, അത് ശരിയായ കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നോടൊരു എൻ്റെ ആത്മസുഹൃത്തൊരു മൃദംഗശീലനോട്, സാധാരണ മൃദംഗം വായിക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, സാറ് ദൈവത്തെ ഓർത്ത് സാറൊന്ന് അനുകൂലിക്കണം, സാർ ഇരുന്ന് കൊടുക്കണം. ഞാൻ എടോ ഇത് കുട്ടികളിൽ നിന്ന് കാശ് മേടിച്ചല്ലേടോ ഇതൊക്കെ ചെയ്യുന്നത്, അതിന് നമ്മൾ സാഹചര്യം ഉണ്ടാക്കണമോ? അതെന്താണെന്ന് വെച്ചാൽ ഞാനിത് പറയണത് ആരും ഗുരുക്കന്മാരെ വന്നിക്കാറില്ല. അവിടെ ആരുമില്ല. നമ്മൾ ഫീസ് കൊടുക്കുന്നു, പഠിക്കുന്നു, പോയി വായിക്കുന്നു, പഠിച്ചു കഴിഞ്ഞാൽ അതിൽ കവിഞ്ഞ് വേറൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ആരെങ്കിലും ഒന്ന് കാണിച്ചെങ്കിലേ ഞങ്ങൾക്ക് ശിഷ്യന്മാരുണ്ട്. ഞങ്ങൾക്കും ഇതുപോലൊരു ആദരവ് കിട്ടണമെങ്കിൽ അതിന് മുന്നോടിയായിട്ട് ഒരാൾ ചെയ്ത് കാണിക്കണം. അതുകൊണ്ട് പ്ലീസ് സാറൊന്ന് അതിന് സഹകരിക്കണം എന്ന് പറഞ്ഞു. ശരി, വളരെ ഗംഭീരമായിട്ട് അതും ഇതുപോലെ നന്നായിട്ട് നടക്കും. അവസാനം ഒരു വലിയ കച്ചേരി ഉണ്ടാകും. അതുവരെ കുട്ടികൾക്ക് നിറച്ച് വായിച്ചുകൊണ്ടിരുന്നു. അത് അന്ന് അനന്തപത്മനാഭൻ്റെ ഒരു വീണ വായിക്കുന്ന ഒരാൾ കേട്ടിട്ടുണ്ടാകും. കേട്ടിട്ടുണ്ട്. ഭയങ്കര വായനയാണ്. അദ്ദേഹമായിരുന്നു എൻ്റെ കച്ചേരിയുടെ എൻ്റെ ആ പിറന്നാളിൻ്റെ അവസാനത്തെ വായന.
80 ഇതുപോലെ എന്ന് പറയും, സാർ ഞങ്ങൾ നടത്താൻ പോകുന്നു, സാറ് ഇരുന്ന് തരണം. അപ്പോഴും ഞാൻ ഈ വാചകം തന്നെ പറഞ്ഞു, സാർ അങ്ങനെയൊന്നും പറയുന്നത് ഞങ്ങളുടെ അവകാശമാണ്, ഒരു ഗുരു, ഒരു ശിഷ്യന്മാരുടെ ഒരു അവകാശമാണ് ഗുരുവിനെ ആദരിക്കുക, അത് ഇരുന്ന് തരണം. അപ്പോഴും ഞാൻ ഇരുന്ന് കൊടുത്തു. അത് രാവിലെ 8 മണിക്ക് 9 മണിക്ക് തുടങ്ങിയാൽ രാത്രി വരെ ഉണ്ടാവും. അവസാനത്തെ പ്രോഗ്രാം അന്ന് മൈസൂർ പ്രദേശ് വയലിൻ ദിവസ്, ഇത് കേട്ടിട്ടുണ്ടാവും. അവരും ലോകപ്രസിദ്ധരായ ആൾക്കാരാണ്, അവരുടെ ആയിരുന്നു. 90 വയസ്സായപ്പോഴും പറഞ്ഞു. പിന്നെ അപ്പോൾ ഞാൻ വളരെയധികം എതിർത്തു, സമ്മതിച്ചില്ല. സാർ ഇരുന്നേ പറ്റൂ, സാർ ഒന്നും ചെയ്യണ്ട, സാർ അവിടെ ഒന്ന് ഇരുന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഞാൻ രാവിലെ 8:30 മണിക്ക് ലൈറ്റ് കത്തിക്കുന്നു. ഞങ്ങൾക്ക് ഷർട്ടും മുണ്ടും വരെ അവർ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നു. ഞാനന്ന് ഇട്ടിരുന്നേരം 2 ജോഡി ഷർട്ടും 2 ജോഡി മുണ്ടും ഒക്കെ അവരുടെ നിർദ്ദേശപ്രകാരം അവരുടെ അതിനനുസരിച്ച് നിറത്തിലൊക്കെ ആണ്. അത് അവർ തന്നെ മേടിച്ച് തന്നു. അത് ചെയ്തു. അത് ഞങ്ങൾ ഇരുന്നു. 8:30-ക്ക് വിളക്ക് എത്തിച്ചു. അത് ശേഷം ത്രൂഔട്ട് ഫുൾ പ്രോഗ്രാം രാത്രി വരെ. ഇതിനിടയ്ക്ക് ഒരു കാര്യം നമ്മൾ നോക്കണം, ഇപ്രാവശ്യം 2000 ചിലവിന് പേർക്ക് ആഹാരം കൊടുത്തു. ലാസ്റ്റ് ലാൽഗുഡി ജയറാമിൻ്റെ മക്കളുടെ വയലിൻ കച്ചേരിയായി. ഇതിൽ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ഈ വർഷവും ഇത്രയും ആഡംബരമായിട്ട് നടത്തിയ പ്രോഗ്രാമായിട്ടും 2.5 ലക്ഷം രൂപ മിച്ചം, എല്ലാ ചെലവും കഴിഞ്ഞ്. അപ്പം എന്നോടൊന്ന് ചോദിച്ചു, സാർ എന്ത് ചെയ്യണം? നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെ ചെയ്യും. കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ 2 ലക്ഷം രൂപ മിച്ചം വന്നു. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്താ സാറ് ഇത് ചെയ്യണം, സാറിന് തരട്ടെ? അപ്പോൾ എനിക്ക് ഒറ്റ പൈസ വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഒരു പൈസ ഇനി ചിലവായിട്ടില്ല, എൻ്റെ പോക്കറ്റ് തൊട്ടിട്ടില്ല. ഈ പരിപാടി ഇത്രയും നടത്തില്ല, എന്നോട് ചോദിച്ചിട്ടില്ല, ഞാൻ കൊടുത്തിട്ടില്ല. അപ്പം മിച്ചം വന്നപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു 4 അവശ്യ കലാകാരന്മാർക്ക് വിരിച്ചു കൊടുക്കാം. അപ്പോൾ അവശ്യ കലാകാരന്മാർ വളരെ വായിക്കാൻ സാധിക്കാത്തവരും പഠിച്ചിട്ട് വായിക്കാൻ അനാരോഗ്യത കൊണ്ട് വായിക്കാൻ സാധിക്കാത്തവരുണ്ടെന്ന് അവർക്ക് വിളിച്ചതാണ്. അങ്ങനെ 4 പേരെ സെലക്ട് ചെയ്തു. ഞാനും കൂടെ ഉൾപ്പെടെ പോയി ഈ 4 പേർക്ക്. ഇപ്രാവശ്യം എന്നോട് ചോദിച്ചു, സാർ 2.5 ലക്ഷം രൂപ മിച്ചമുണ്ട്, എന്ത് ചെയ്യണം? ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ചെയ്യും. അവരതുപോലെ തന്നെ 4 പേർ സെലക്ട് ചെയ്തു. 4 പേർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ഒരു ഡിപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട്. ഇതുപോലെ അവശരായി വരുന്ന കലാകാരന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാകും, എപ്പോഴെങ്കിലും ഉണ്ടാകും. അവർക്ക് കൊടുത്താൽ ബാക്കി 1.5 ലക്ഷം രൂപ. ഇതാണ് എൻ്റെ കുട്ടികളുടെ കഥ. ആ ദൈവം സഹായിച്ച് എല്ലാവരും നന്നായിട്ട് വായിക്കും. എല്ലാവരും എന്ന് വെച്ചാൽ ഒരു 100 ചില്ലുവാനും പേര് ഇതിൽ 2 പേർക്ക് റേഡിയോയിൽ ടോപ്പ് വരെ ആയിക്കഴിഞ്ഞു. അതൊക്കെ എൻ്റെ ഗുണം എന്ന് എനിക്ക് ഞാൻ പറയില്ല, അവരെ പരിശ്രമവും എൻ്റെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹവും ദൈവത്തിൻ്റെ അനുഗ്രഹവും അതേ ഉള്ളൂ. ഇതിൽ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഇത്രയൊക്കെ ഇങ്ങനെ നേട്ടം ഉണ്ടാകുന്നത് എൻ്റെ കഴിവെന്ന് പറയാൻ എനിക്കറിയില്ല. എനിക്ക് അത്ര കഴിവൊന്നുമില്ല. ഉള്ള കഴിവ് വെച്ച് ഞാൻ പക്ഷേ ഒരു കാര്യത്തിന് എനിക്ക് ധൈര്യം പറയാൻ പറ്റും. ഞാൻ നല്ല വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. ഈ വഴി കൂടെ പോയാൽ നിങ്ങൾക്ക് നേരെ അബദ്ധം കൂടാതെ നിങ്ങൾക്ക് വളരാൻ സാധിക്കും. അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അത് ആത്മാർത്ഥമായിട്ട് ചെയ്യും. ഈ ഗുരുക്കന്മാരെന്ന് പറയുമ്പോഴത്തേക്ക് പറയുന്ന സമയത്ത് ഉണ്ടായിരിക്കില്ല. കുട്ടികളും അതുപോലെ നോക്കണം. പറയുന്ന സമയത്ത് അവിടെ എത്തിയിരിക്കണം. ആ സമയത്ത് ഗുരുനാഥൻ ഉണ്ടായിരിക്കണം. ഗുരുനാഥന് വേറെ പല കാര്യങ്ങൾക്കും ഗുരുക്കന്മാർ കുട്ടികളെ ഉപയോഗിക്കാറുണ്ട്. അതൊന്നും പാടില്ല. പോയി പിന്നെ പണ്ടത്തെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്, പിന്നെ സന്യാസിമാരുടെ ശിഷ്യന്മാരെയൊക്കെ വിറക് മേടിക്കാൻ പോയി വിറക് വെക്കാൻ പോകുന്ന അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ പാടില്ല. എന്താണോ ഗുരുക്കന്മാരുടെ ജോലി അത് മാത്രമേ ചെയ്യുക. ഞാനതേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും
നന്നായി നന്നായിട്ട് വായിക്കുന്നുണ്ട്. അതിന് വളരെ സന്തോഷം. ദൈവത്തിനും എല്ലാവർക്കും എൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.